നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് മൂന്നാറിലാണ്. മൂന്നാറിലെ റോസ് ഗാർഡനാണിത്. ഇപ്പം കണ്ട ചെടിയാണ് നീലക്കുറിഞ്ഞി. പലതരത്തിലുള്ള പൂക്കളുള്ള ഒരു സംഭവമായത്. ഇത് സ്ഥിതി ചെയ്യുന്നത് മൂന്നാർ ടൗണിൻ്റെ അടുത്ത് തന്നെയാണ്. എന്താ പറയുക, സൈലൻറ്റ് വാലി പോകുന്ന വഴിക്കാണ്. റോസ് ഗാർഡൻ നല്ല സ്ഥലം തന്നെയാണ് കാണാൻ, ഒരുപാട് പൂക്കളൊക്കെ ഉള്ളത് തന്നെ. ഇത് സ്ഥിതി ചെയ്യുന്നത് മാട്ടുപ്പെട്ടിയില്ലേ, ആ മാട്ടുപ്പെട്ടി പോകുന്ന വഴിക്കാണ്, ഫോറസ്റ്റൊക്കെ പോകുന്ന വഴിക്കാണ്. മീശപ്പുലിമല ട്രക്കിങ് പോകണമെങ്കിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യണം. ഈ റോസ് ഗാർഡൻ്റെ ഉള്ളിൽ തന്നെയാണ് KFTC ഓഫീസ് ഉള്ളത് വരല്. അപ്പോൾ നമുക്കതും കൂടി കാണാം. പലതരത്തിലുള്ള കാക്ടസ് ചെടികളാണ്. ഗോൾഡൻ ലേസ് കാക്ടസ്, കള്ളിമുൾച്ചെടി, പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. മൂന്നാറിൽ ഒരേ ഒരു ഇങ്ങനത്തെ റോസ് ഫ്ലവേഴ്സ് ഗാർഡനാണ്. നമുക്ക് ഊട്ടിയിലൊക്കെ ഇഷ്ടംപോലെ കാണാം. ആഫ്രിക്കൻ വയലറ്റ്, ഇത് അസേല ഹൈബ്രിഡ്. അടിപൊളി ഭംഗിയുണ്ട്. അടിപൊളിയാണ്. ഇതൊരു പ്രത്യേകതരം പൂവാണ്, ഇങ്ങനെ തൂങ്ങി നിൽക്കും. ഞാൻ ഇവിടുന്ന് ഒരു ചന്ദന സോപ്പ് വാങ്ങിച്ചു, ഒറിജിനൽ കേരള. ഇത് ഫോറസ്റ്റുകാർ തരുന്നതാണ്. ഇത് കൂടാതെ ഇവിടെ ഇത്തിരി സാധനമുണ്ട്, സാൻഡൽ സോപ്പ്, രുതിരം, ഒരുപാട് സാധനമുണ്ട്. നമുക്ക് ചന്ദനം തന്നെ കിട്ടുന്നുണ്ട്. സാൻഡൽ ഓയിലുണ്ട്, പീസസ് ഉണ്ട്. കേരള ഫോറസ്റ്റിൻ്റെ ആണ്. അടിപൊളിയല്ലേ പൂക്കൾ. സൺഫ്ലവർ ചുറ്റുമുണ്ട്. ഇത് ചെറിയൊരു വ്യൂ പോയിന്റ്. ചെടിക്ക് വെള്ളം നനയുന്നുണ്ട്. ഇതാണ് റോസ് ഗാർഡനെ കുറിച്ചുള്ള വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ തരാം. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. പോകുന്നതിന് മുമ്പ് ഇതാണ് നീലക്കുറിഞ്ഞി. ഈ നീലക്കുറിഞ്ഞി 12 വർഷത്തെ ഒരിക്കലും പൂക്കുന്നതാണ്.